JNU സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് കനയ്യകുമാറിന്റെ ജാമ്യാപേക്ഷ ദില്ലി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. തനിക്കെതിരെ പോലീസ് ചൂണ്ടിക്കാട്ടിയ തെളിവുകൾ വ്യാജമാണെന്ന് വ്യക്തമായതിനാൽ അടിയന്തരമായി ജാമ്യം അനുവദിക്കണമെന്നാണ് കനയ്യയുടെ അഭിഭാഷകർ ആവശ്യപ്പെടുക. ഇതിനിടെ ഒമർ ഖാലിദ് ഉൾപ്പെടെ ക്യാമ്പസിൽ കഴിയുന്ന 5 വിദ്യാർത്ഥികളെ വിട്ടുകിട്ടുന്നതിനായി പോലീസ് സമ്മർദ്ദം ശക്തമാക്കി. രോഹിത് വെമുലയുടെ ആത്മഹത്യയിൽ പ്രതിഷേധിച്ച് ദില്ലിയിൽ ഇന്ന് വൻ വിദ്യാർത്ഥി പ്രതിഷേധം അരങ്ങേറി. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നതിന് പോലീസ് അവലംബിച്ച തെളിവുകളുടെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടുന്നതിനിടെയാണ് കനയ്യകുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നത്. അഫ്സൽ ഗുരു അനുസ്മരണ ചടങ്ങിൽ രാജ്യവിരുദ്ധ മുദ്രാവാക്യം മുഴക്കിയെന്നാരോപിച്ച് ഫെബ്രുവരി 12-ന് അറസ്റ്റ് ചെയ്യപ്പെട്ട കനയ്യയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചിരുന്നു. തനിക്കെതിരായ കേസ് കെട്ടിച്ചമച്ചതാണെന്നാണ് കനയ്യയുടെ പ്രധാന വാദം. രാജ്യവിരുദ്ധ മുദ്രാവാക്യം മുഴക്കിയെന്നാരോപിക്കുന്ന വീഡിയോ വ്യാജമാണ്. ഈ സാഹചര്യത്തിൽ നിരുപാധിക ജാമ്യം അനുവദിക്കണമെന്ന് കനയ്യയ്ക്ക് വേണ്ടി ഹാജരാകുന്ന മുതിർന്ന അഭിഭാഷകർ ആവശ്യപ്പെടും. ജസ്റ്റിസ് പ്രതിഭ റാണയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് രാവിലെ 10:30-ക്ക് അപേക്ഷ പരിഗണിക്കും. അതിനിടെ തിങ്കളാഴ്ച രാത്രി JNUവിൽ തിരിച്ചെത്തിയ ഒമർ ഖാലിദ്, രാമാനാഗ തുടങ്ങി കേസിൽ ഉൾപ്പെട്ട 5 വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ തന്നെ തുടരുകയാണ്. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി പോലീസിനെ ക്യാമ്പസിൽ കയറ്റാൻ VC തയ്യാറായിട്ടില്ല. കനയ്യയുടെ ജാമ്യാപേക്ഷയിലെ കോടതി തീരുമാനത്തിന് ആശ്രയിച്ചിരിക്കും ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള തുടർ നടപടികൾ. അതിനിടെ രോഹിത് വെമുലയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇന്ന് ദില്ലിയിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ JNU വിഷയവും അലയടിക്കും. JNUവിൽ നിന്ന് 13 ബസ്സുകളിലായി വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള 1000-ലധികം വിദ്യാർത്ഥികൾ എത്തും. വിദ്യാർത്ഥികളുടെ അറസ്റ്റ് സംബന്ധിച്ച അനിശ്ചിതത്വം 2ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. വിലക്കുകൾ ലംഘിച്ച് അറസ്റ്റ് ചെയ്താൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് പോലീസ്. JNUവിൽ നിന്ന് ക്യാമറമാൻ മണിയ സഡൂറിനൊപ്പം M ഉണ്ണികൃഷ്ണൻ, റിപ്പോർട്ടർ.